ഒരു മലയാള സിനിമയ്ക്കും ഇന്നേവരെ സ്വപ്നം കാണാൻ പറ്റാത്തത്രയും ഉയരങ്ങളിലേക്കാണ് എമ്പുരാൻ എന്ന സിനിമ കുതിക്കുന്നത്. 2025 ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. വിക്കി കൗശലിന്റെ ചാവയായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇതിനു മുമ്പ് കളക്ഷനിൽ ഇത്രയും വലിയ വിജയം നേടിയ ചിത്രം. ഇപ്പോൾ ലോകത്ത് ആകമാനം എമ്പുരാൻ 3-ാം സ്ഥാനത്താണ്. $19 മില്യൺ കളക്ഷൻ നേടിയതോടെ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്റ്റാത്തത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ ചിത്രങ്ങളുടെ തൊട്ടടുത്താണ് എമ്പുരാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾ കഴിഞ്ഞ 2 ദിവസമായി ചിത്രത്തിന് ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ 20 കോടിയിലധികമാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാരസൈറ്റ് എന്ന സിനിമയിലൂടെ ഓസ്കർ ലഭിച്ച ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത മിക്കി 17, വിമൺ ഇൻ യാർഡ്, നോവാകെയിൻ എന്നീ വമ്പൻ ഹോളിവുഡ് സിനിമകളെ പിന്തള്ളിയാണ് എമ്പുരാൻ ആഗോളതലത്തിൽ 3-ാമതായി എത്തി നിൽക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഷാരൂഖ് ഖാൻ, വിജയ് സിനിമകളുടെ കളക്ഷൻ പോലും മറികടന്നാണ് എമ്പുരാൻ ജൈത്രയാത്ര തുടരുന്നത്. UK ബോക്സ് ഓഫീസിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമ 3 ദിവസം കൊണ്ട് 1.2 മില്യൺ പൗണ്ട്, അതായത് ഏകദേശം 13.5 കോടി ഇന്ത്യൻ രൂപ നേടിയെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമകളുടെ കളക്ഷൻ നോക്കുമ്പോൾ ഇത് റെക്കോർഡാണ്. വിജയ് ചിത്രം ലിയോ, ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ എന്നിവയുടെ കളക്ഷൻ മറികടന്നാണ് എമ്പുരാൻ ഈ റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 27-നാണ് എമ്പുരാൻ പ്രദർശനത്തിന് എത്തിയത്. പിന്നീടുണ്ടായ വിവാദങ്ങൾ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ കുതിപ്പുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കളക്ഷനിൽ 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിൽ കടന്ന ഏക മലയാള ചിത്രമെന്ന ബഹുമതിയും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. 2 ദിവസം കൊണ്ട് ഇത്രയും വലിയ നേട്ടം കൈവരിച്ച ബോളിവുഡ് ഇതര ഭാഷാ ചിത്രങ്ങളുടെ പട്ടികയിൽ ബാഹുബലി 2, KGF 2, പുഷ്പ 2 എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. ബാഹുബലി 2 ആകെ നേടിയ കളക്ഷൻ 2400 കോടിയായിരുന്നു. ബാഹുബലി 1-ാം പാർട്ടിന്റെ കളക്ഷൻ 511 കോടിയായിരുന്നു. ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ കൂടിയായിരുന്നു ബാഹുബലിയുടേത്. 6500 സ്ക്രീനുകളിലായിരുന്നു ബാഹുബലി പ്രദർശനം നടത്തിയത്. 1975-ൽ റിലീസ് ചെയ്ത ഷോലയായിരുന്നു 100 മില്യൺ ടിക്കറ്റ് വിറ്റ് റെക്കോർഡിട്ട ഇന്ത്യൻ സിനിമ. സിനിമാ ലോകം ഏറെക്കാലം ചർച്ച ചെയ്ത ഇന്ത്യൻ സിനിമയും ഷോല തന്നെയായിരുന്നു. പിന്നീട് ഇന്ത്യയിൽ വമ്പൻ ഹിറ്റുണ്ടാക്കാൻ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങൾക്കും സാധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ എമ്പുരാന്റെ ജൈത്രയാത്ര തുടരുകയാണ്. മോഹൻലാൽ, പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എത്തിയ എമ്പുരാനെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും അപൂർവമായ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ലോകവും മാധ്യമങ്ങളും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എമ്പുരാൻ അതിന്റെ വിജയയാത്ര തുടരുമ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തകർക്കപ്പെടുകയാണ്. റിലീസായി 10-ാം ദിവസം 1000 കോടി കളക്ട് ചിത്രമായിരുന്നു ബാഹുബലി. അമീർ ഖാന്റെ PK ആയിരുന്നു കളക്ഷൻ റെക്കോർഡിൽ മുന്നിലുണ്ടായിരുന്നത്. PKയുടെ 792 കോടിയാണ് അന്ന് ബാഹുബലി 2 തകർത്തത്. എന്നാൽ ബാഹുബലിക്ക് ലഭിച്ച അഡ്വാൻസ് ബുക്കിംഗ് 36 കോടിയായിരുന്നുവെങ്കിൽ 58 കോടിയാണ് എമ്പുരാൻ നേടിയത്. കേരളത്തിൽ നിന്നും ബാഹുബലി കളക്ട് ചെയ്ത് 20 കോടിയായിരുന്നു. ഒരു അന്യഭാഷാ ചിത്രം കേരളത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ആയിരുന്നു അത്. അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 രാജ്യത്താകമാനം 175 കോടി ഒറ്റ ദിവസം കൊണ്ട് നേടിയപ്പോൾ കേരളത്തിൽ 6.2 കോടി മാത്രമാണ് കിട്ടിയത്. RRR, KGF, ബാഹുബലി എന്നീ ചിത്രങ്ങൾ നേടിയതിന് തുല്യമായ ഒരു കളക്ഷൻ റെക്കോർഡിലേക്കാണ് എമ്പുരാനും ഇപ്പോൾ നടന്ന് കയറുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.